അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അയ്യുഹ തുല്ലാബുൽ അഹിബ്ബ മർഹബൻ ബിക്കും ഇലാ സഫിൻ ജദീദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അയ്യോ തൊലബ മാതാ ദറസ്ന ഫി സ്വഫിൽ മാലി ഹൽ തുദ്കുറൂൻ. എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെ 3ാമത്തെ യൂണിറ്റിലെ തിഫ്ലത്തുൻ കൽ ഫറാഷ എന്നുള്ള പാഠഭാഗമായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഒരു പൂമ്പാറ്റയെ പോലെയുള്ളൊരു പെൺകുട്ടി, ആരെക്കുറിച്ചായിരുന്നു ഒരു പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ശാന്ത എന്നുള്ള ഒരു നിശ്ചയദാർഢ്യമുള്ളൊരു പെൺകുട്ടി അല്ലേ. അവൾ എന്താണ് ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്? നക്ഷത്രങ്ങളിലേക്കും അതുപോലെ തന്നെ ചന്ദ്രനിലേക്കുമൊക്കെ പറക്കുവാൻ ആഗ്രഹിച്ചൊരു പെൺകുട്ടി. ബഹിരാകാശ യാത്രകളൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവളുടെ ആ ഒരു കഠിന പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അവസാനം അവൾ എന്താണ് ആ ഒരു ബഹിരാകാശ യാത്രയ്ക്കുള്ള ആ ഒരു ട്രെയിനിങ് ഒക്കെ പൂർത്തിയാക്കി അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന 1-2 ആക്ടിവിറ്റീസുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറൊക്കെ എല്ലാവർക്കും എഴുതാൻ പറ്റി എന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാ ഇനി നമുക്ക് ബാക്കി പാഠഭാഗം എന്താണ് എന്ന് നോക്കാം. നോക്കൂ, നുനാഖിഷു വ നുഅബ്ബിറു അൻ ഉംനിയാത്തിന. നുനാഖിഷു നമുക്ക് ഡിസ്കസ് ചെയ്യാം, നമുക്ക് ചർച്ച ചെയ്യാം എന്നാണ്. വ നുഅബ്ബിറു എന്നിട്ട് നമുക്ക് സെൻറ്റൻസുകളാക്കിയിട്ട് എഴുതാം, ഇബാറത്തുകളാക്കി എഴുതാം. അതാണ് നുഅബ്ബിർ എന്ന് പറഞ്ഞാൽ. അൻ ഉംനിയാത്തിന നമ്മുടെ അംബീഷൻസിനെ കുറിച്ച്, നമുക്ക് ഭാവിയിലുള്ള അംബീഷൻ ഉണ്ടാവുമല്ലോ, നമ്മൾ ഭാവിയിൽ എന്തായി തീരണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, അതിനാണ് ഉംനിയത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ആണ് ഉംനിയാത്ത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ അംബീഷൻസ് അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാമെന്നാണ്. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവൾ എന്താവാൻ ആഗ്രഹിക്കുന്ന, ഒരു പൈലറ്റ് ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ആ കുട്ടി എന്താണ് പറയുന്നത് എന്ന് നോക്കൂ. അത്തമന്ന ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്തമന്ന എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. അത്തമന്ന ഞാൻ ആഗ്രഹിക്കുന്നു. അൻ അക്കൂന ഞാൻ ആയിത്തീരുവാൻ. അത്തമന്ന അൻ അക്കൂന ഞാൻ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. തൊയ്യാറത്തൻ എന്തായിത്തീരുവാനാണ്, ഒരു പൈലറ്റ് ആയിത്തീരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. കൈ അത്തജവ്വല ഫി അർജാ ഇൽ ആലം അതെന്തിനു വേണ്ടിയിട്ടാണ്? കൈ അത്തജവ്വല എനിക്ക് ചുറ്റിക്കറങ്ങുവാൻ വേണ്ടിയിട്ട്, ഫി അർജ ഇൽ ആലം ലോകത്തിൻ്റെ അർജ എന്ന് പറഞ്ഞ ഭാഗങ്ങൾ, വ്യത്യസ്ത ഭാഗങ്ങളൊക്കെ ചുറ്റിക്കറങ്ങുവാൻ വേണ്ടിയിട്ട് ഒരു പൈലറ്റ് ആവുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. ടീച്ചർ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താ ഉപയോഗിക്കുക? അത്തമന്ന എന്നാണ് ഉപയോഗിക്കുക കേട്ടോ. അത്തമന്ന ഞാൻ ആഗ്രഹിക്കുന്നു. അൻ അക്കൂന ആയിത്തീരുവാൻ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ആ സെൻറ്റൻസുകൾ എഴുതേണ്ടത്. ഇനി 2ാമത്തെ ചിത്രം നോക്കൂ. ആ ചിത്രത്തിൽ ആ ഒരു കുട്ടി എന്താണ് ആഗ്രഹിക്കുന്നത്? ഒരു അധ്യാപകനാവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ പറയാം? അത്തമന്ന ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അൻ അക്കൂന ഞാൻ ആയിത്തീരുവാൻ. മുദരിസൻ മിസാലിയൻ ഒരു മിസാലിയായിട്ടുള്ള, മിസാലി എന്ന് പറഞ്ഞാൽ റോൾ മോഡൽ എന്ന അർത്ഥം, ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു അധ്യാപകനാകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. ഇനി 3ാമത്തെ ചിത്രം നോക്കൂ. അതിലൊരു കുട്ടി അല്ലെ, അവൻ എന്താവാനാണ് ആഗ്രഹിക്കുന്നത്? അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആരുടെ ചിത്രമാണത്? ആരാണ്? തൊബീബാണ് അല്ലെ, ഡോക്ടറുടെ പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടി എന്തായി തീരുവാനാവും ആഗ്രഹിക്കുന്നത്? തൊബീബായി തീരുവാനാണ്. അപ്പം നമുക്കത് എങ്ങനെ എഴുതാം? അത്തമന്ന ഞാൻ ആഗ്രഹിക്കുന്നു. അൻ അക്കൂന ആയിത്തീരുവാൻ. തൊബീബൻ ഒരു ഡോക്ടർ ആയിത്തീരുവാനാണ് ആഗ്രഹിക്കുന്നത്. ജയ്യീദൻ എന്ന് പറയാം, ഒരു നല്ല ഡോക്ടറായി തീരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെഴുതാം. ഇനി 4ാമത്തെ ചിത്രം നോക്കാം. ഒരു പെൺകുട്ടി അവളൊരു പോലീസുകാരിയാകുവാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അത്? അത്തമന്ന അല്ലെ ഞാൻ ആഗ്രഹിക്കുന്നു. അൻ അക്കൂന ആയിത്തീരുവാൻ. ഷുർത്തിയച്ചൻ ഒരു പോലീസുകാരി ആയിത്തീരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടെ നമുക്ക് ആളുകളെ സഹായിക്കുന്ന എന്നും കൂടെ എഴുതാം. അപ്പം എങ്ങനെ എഴുതാം? അത്തമന്ന അൻ അക്കൂന ഷുർത്തിയച്ചൻ ഉസാഇദുൽ മുജ്തമിഅ സമൂഹത്തെ സഹായിക്കുന്ന നല്ലൊരു പോലീസുകാരിയാകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. മക്കളെ, അപ്പം നിങ്ങളും ഈ രൂപത്തിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ അംബീഷൻസുകൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ സെൻറ്റൻസുകളായിട്ട് പറഞ്ഞു പഠിക്കുക കേട്ടോ. ഇൻഷാ അല്ലാ നമുക്കിനി അടുത്ത ആക്ടിവിറ്റി എന്താണ് എന്ന് നോക്കാം.
കൈഫ തഹക്കകത്ത് അഹ്ലാമു ശാന്ത നുഇദ്ദു മുദക്കിറത്തൻ എന്നാണ്. എങ്ങനെയാണ് ശാന്ത അവളുടെ ആ ഒരു സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി തീർത്തത് എന്നാണ്. അതൊരു മുദക്കിറയാക്കിക്കൊണ്ട് ഒരു കുറിപ്പാക്കിക്കൊണ്ട് എഴുതുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. നമുക്കറിയാം ശാന്തയുടെ ചെറുപ്പകാലം മുതലുള്ള ആഗ്രഹമായിരുന്നു. എന്തായിരുന്നു അവളുടെ ചെറുപ്പകാലത്തുള്ള ആഗ്രഹം? ആ ഒരു നക്ഷത്രങ്ങളിലേക്കും ആകാശത്തിലേക്കുമൊക്കെ പറക്കുവാനുള്ള ആഗ്രഹം അല്ലെ. അങ്ങനെ അവൾ വളരുന്നതോടൊപ്പം തന്നെ അവളുടെ ആ ഒരു ആഗ്രഹം അവൾ എന്ത് ചെയ്തു? അതിങ്ങനെ വളർന്നു വന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവൾ നന്നായിട്ട് പരിശ്രമിച്ചു. അങ്ങനെയാണ് അവൾ എന്തായിത്തീരുന്നത്? ഒരു ബഹിരാകാശ സഞ്ചാരികളായിട്ടുള്ളവരുടെ കൂട്ടത്തിലേക്ക്, അവരുടെ ഗ്രൂപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പം ഇതാണ് നമ്മൾ അറബിയിൽ എഴുതേണ്ടത്. നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും നോക്കൂ. ശാന്ത ഫതാത്തൻ സഗീറത്തൻ, ശാന്ത ഒരു ചെറിയ യുവതിയായിരുന്നു. കാനത്ത് തഹ്ലുമു, അവൾ സ്വപ്നം കാണാറുണ്ടായിരുന്നു. മുല്ലു തുഫൂലത്തിഹ, അവളുടെ ഒരു കുട്ടിക്കാലം മുതൽക്ക് തന്നെ അൻ തുതീറ ഇലൽ ഖമരി വന്നുജൂമി, നക്ഷത്രങ്ങളിലേക്കും ചന്ദ്രനിലേക്കും പറക്കുവാൻ വേണ്ടി അവൾ സ്വപ്നം കാണാറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ വക്കബുറ മഅഹ, അവളുടെ കൂടെ തന്നെ വളർന്നു. ഹാദൽ ഹുൽമു, ഈ ഒരു സ്വപ്നം വളരുകയും ചെയ്തു. ഹത്ത സ്വാറ ജുസ്അൻ മിൻ ഹയാത്തിഹ, അത് അവളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്ന രൂപത്തിൽ എന്നാണ് കേട്ടോ. ആ ഒരു സ്വപ്നം എന്നുള്ളത് അവളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നു എന്നാണ് പറയുന്നത്. കാനത്ത് തെതുറുസു, അവൾ പഠിച്ചിരുന്നു. ബിജ്തിഹാദിൻ, നന്നായി പരിശ്രമിച്ചുകൊണ്ട് അവൾ പഠിച്ചിരുന്നു. വതഖറഉ, അവൾ വായിക്കാറുണ്ടായിരുന്നു. കുതുബൻ കസീറത്തൻ, ധാരാളം പുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നു. അനിൽ ഫലാഇ, അന്തരീക്ഷത്തെക്കുറിച്ച്, അതായത് ബഹിരാകാശത്തെക്കുറിച്ചും വസ്സഫരി ഫീഹി, ആ ഒരു ബഹിരാകാശ യാത്രയെക്കുറിച്ചുമൊക്കെയുള്ള പുസ്തകങ്ങൾ ധാരാളമായിട്ട് അവൾ വായിക്കാറുണ്ടായിരുന്നു എന്നാണ്. വഫി അയ്യാമി ദിറാസത്തിഹ ഫി ജാമിയത്തുൽ ഉലൂം, അങ്ങനെ അവൾ ശാസ്ത്ര സർവകലാശാലയിൽ പഠിക്കുന്ന സമയത്ത്, ആ ഒരു സയൻസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത്, അറഫത്ത്, അവൾ അറിഞ്ഞു, അവൾ മനസ്സിലാക്കി, അൻ ബർനാമജിൻ ഖാസിൻ, ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിനെ കുറിച്ച്, ലീ തദ്രീബി, ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് അവൾ അറിഞ്ഞു എന്നാണ്. റുവാദുൽ ഫലാ, അതായത് ബഹിരാകാശ യാത്രികർക്ക് നൽകുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് അവൾ അറിഞ്ഞു. അങ്ങനെ ഷാറക്കത്ത് ഫീഹി, അവൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അവൾ അതിൽ പങ്കെടുത്തു. ബികുല്ലി ഹമാസിൻ വജിദ്ദിൻ, എല്ലാ ധൈര്യത്തോടു കൂടിയിട്ടും എല്ലാ ശ്രമത്തോടു കൂടിയിട്ടും അവൾ അതിൽ പങ്കെടുത്തു എന്നാണ്. അങ്ങനെ വതഅല്ലബത്ത്, അവൾ വിജയിച്ചു, അവൾ അതിജയിച്ചു. അലാ കുല്ലി സുഖൂബാത്തി, എല്ലാ പ്രയാസങ്ങളെയും. വൽ ഇംതിഹാനാത്ത്, ഇംതിഹാനാത്ത് എന്ന് പറഞ്ഞാൽ എക്സാമുകളാണ്, പരീക്ഷകൾ, എല്ലാ പരീക്ഷകളുമൊക്കെ അവൾ വിജയിച്ചടക്കി എന്നാണ് കേട്ടോ. അങ്ങനെ വഫിൻ നിഹായത്തി, അവസാനം ഹഖഖത്ത്, അവൾ എന്താണ്? സാക്ഷാത്കരിച്ചു, യാഥാർത്ഥ്യമാക്കി തീർത്തു. ശാന്ത ഹുൽമഹ, അവളുടെ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി തീർത്തു എന്നാണ്. കബീറ, ആ ഒരു വലിയ സ്വപ്നം അവൾ യാഥാർത്ഥ്യമാക്കി തീർത്തു. വ അസ്ബഹത്ത്, അങ്ങനെ അവൾ ആയിത്തീരുകയും ചെയ്തു. റായിദത്ത് ഫലാഇൻ, ഒരു ബഹിരാകാശ യാത്രികയായിത്തീരുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങൾ ആ ഒരു കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഇനി അടുത്ത അൻഷിത എന്താണെന്ന് നോക്കൂ. ഉഖ്തിയർത് ശാന്ത ഉളുവൻ ഫി ഫരീഖി റുവാദുൽ ഫളാ, അലിമത്ത് മുദരിസതുഹ അൻഹാദൽ ഇൻജാസി ഫഅർസലത് റിസാലത്തൻ ഖസീറത്തൻ തുഹന്നിഉഹ, അതായത് ഉഖ്തിയറത്, തിരഞ്ഞെടുക്കപ്പെട്ടു, സെലക്ട് ചെയ്യപ്പെട്ടു. ശാന്തയെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒലൂവൻ, ഒരു മെമ്പർ ആയിക്കൊണ്ട്, ഒരു അംഗമായിക്കൊണ്ട്, ഫി ഫരീഖി റുവാദുൽ ഫളാ, അതായത് ബഹിരാകാശ യാത്രികരുടെ ആ ഒരു ടീമിലെ ഒരു മെമ്പറായിട്ട് ശാന്തയെ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ അലിമത്ത് മുദരിസതുഹ, അവളുടെ ആ അധ്യാപിക ഉണ്ടല്ലോ, അവൾ അറിഞ്ഞു. അൻഹാദൽ ഇൻജാസി, ഈ ഒരു നേട്ടത്തെക്കുറിച്ച്, ഇൻജാസ് എന്ന് പറഞ്ഞാൽ അച്ചീവ്മെൻ്റ് ആണ്, ആ ഒരു നേട്ടത്തെക്കുറിച്ച് അറിഞ്ഞു എന്നാണ്. അർസലത്ത്, അപ്പോൾ അവൾ അയച്ചു. റിസാലത്തൻ ഖസീറത്തൻ, ഒരു SMS, ഒരു മെസ്സേജ് അയച്ചു എന്നാണ്. തുഹന്നി ഉഹ, അവളെ ആശംസ അർപ്പിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചു. അങ്ങനെ ടീച്ചർ ശാന്തക്ക് അയച്ച ആ ഒരു മെസ്സേജാണ് അവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. അസീസത്തി ശാന്ത, നുഹന്നിഉക്കി അല ഇൻജാസിക് റായിഇ, ലനാ ഷർഫുൻ അലീമുൻ അൻ തകൂനി മിൻ റുവാദിൽ ഫളാഇൽ മുഖ്താരീൻ. أنا أفتخر بك جدا. استمري في رحلتك لتحقيق أحلامك. أنا واثقة بأنك ستستعيدين بإنجازات كبيرة في الأيام القادمة. مع أطيب التمنيات، مدرستك رشيدة.
എന്താണ് ടീച്ചർ പറയുന്നത് എന്ന് നോക്കൂ. അസീസത്തി ശാന്ത അല്ലെ, മൈ ഡിയർ ശാന്ത, പ്രിയപ്പെട്ട ശാന്ത, നൊഹന്നി ഉക്കി, ഞങ്ങൾ നിന്നെ എന്താണ് ആശംസ അറിയിക്കുന്നു. അല ഇൻജാസക്കി, നിൻ്റെ ആ ഒരു അച്ചീവ്മെൻറ്റിൽ, നിൻ്റെ ഒരു നേട്ടത്തിൽ, റായ റായ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള നിൻ്റെ ആ ഒരു നേട്ടത്തിൽ ഞങ്ങൾ നിന്നെ അഭിനന്ദിക്കുന്നു എന്നാണ് കേട്ടോ. ലന ഷറഫുൻ അലീമുൻ, ഞങ്ങൾക്ക് വളരെയധികം എന്തുണ്ട്, അഭിമാനമുണ്ട്. അൻ തെക്കൂനി, നീ ആയിത്തീർന്നതിൽ, മിൻ റുവാദിൽ ഫലാ ഇൽ മുഖ്താരീൻ, തിരഞ്ഞെടുക്കപ്പെട്ടതായ ബഹിരാകാശ യാത്രികരുടെ കൂട്ടത്തിൽ നിന്നെയും തിരഞ്ഞെടുക്കപ്പെട്ടതിൽ എന്നാണ്. അന അഫ്തഖിറു, ഞാൻ അഭിമാനം കൊള്ളുന്നു. ബിഖി, നിന്നെ തൊട്ട് ഞാൻ അഭിമാനം കൊള്ളുന്നുണ്ട്. ജിദ്ദൻ, വളരെയധികം അഭിമാനം കൊള്ളുന്നുണ്ട്. ഇസ്തമിരി, നീ തുടരണം. ഫി റിഹ്ലതിക്കി, നിന്റെ യാത്രയിൽ നീ തുടരണം. ലി തഹ്ഖീഖി അഹ്ലാമിക്കി, നിന്റെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയിട്ട് നിന്റെ യാത്രകൾ നീ തുടരണം. അനവാസിഖത്തുൻ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നവളാണ്. ബി അന്നക്കി, തീർച്ചയായും നീ സ തസ്അദീന ബി ഇൻജാസാത്തിൻ കബീറ ഫി അയ്യാമിൽ ഖാദിമ, അതായത് വരും ദിവസങ്ങളിൽ വലിയ വലിയ നേട്ടങ്ങളൊക്കെ നീ നേടിയെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നവളാകുന്നു എന്നാണ് കേട്ടോ. ഫിൽ അയ്യാമിൽ ഖാദിമ എന്ന് പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ എന്നാണ്. മാ അത്തിയബ് തമന്നിയാത്, എല്ലാ ആശംസകളോടും കൂടിയിട്ട്. മുദരിസത്തുക്കി റഷീദ, നിൻ്റെ അധ്യാപികയായിട്ടുള്ള റഷീദ. ഇതാണ് ആ ടീച്ചർ അയച്ചിട്ടുണ്ടായിരുന്നതായ മെസ്സേജ് എന്ന് പറയുന്നത്. താഴെ നിങ്ങൾക്കൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, നോക്കൂ. കൈഫൻ നുഹന്നി ഓ ഫിൽ മവാഖിഫിൽ ആത്തിയ, താഴെ കൊടുത്ത സിറ്റുവേഷൻസുകളിൽ നിങ്ങൾ എങ്ങനെയാണ് ആശംസ അറിയിക്കുക എന്നാണ്. നോക്കൂ. ഹസ്വല സ്വദീഖുക അലൽ മർത്തബത്തിൽ ഊല ഫിൽ ഇംതിഹാനി, അതായത് ഹസ്വല സ്വദീഖുക, നിന്റെ കൂട്ടുകാരന് ലഭിച്ചു. അൽ മർത്തബത്തിൽ ഊല, ഒന്നാമത്തെ സ്ഥാനം, ഫസ്റ്റ് സ്ഥാനം ലഭിച്ചു എന്നാണ്. ഫിൽ ഇംതിഹാനി, എക്സാമിൽ ഫസ്റ്റ് പ്രൈസ് ലഭിച്ചു. അപ്പം നിങ്ങൾ എങ്ങനെയാണ് അവനെ ആശംസ അറിയിക്കുക എന്നാണ്. എങ്ങനെയായിരിക്കും? നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മൾ അവരെ വിഷ് ചെയ്തുകൊണ്ട് പറയില്ല, ആ ഒരു ഷോർട്ട് മെസ്സേജ് ആയിട്ട് പറയുമല്ലോ, ആ രൂപത്തിലുള്ള ഒരു വിഷ് ചെയ്യുന്നതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. അപ്പം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പരീക്ഷയിൽ 1ാം സ്ഥാനം നേടിയതിന് കൺഗ്രാറ്റുലേഷൻസ്, അഭിനന്ദനങ്ങൾ എന്ന് നമുക്ക് എങ്ങനെ അറബിയിൽ പറയാൻ പറ്റും? നോക്കൂ. മബ്റൂക്കുൻ ലക് അലൽ മർത്തബത്തിൽ ഊല ഫിൽ ഇംതിഹാൻ, അല്ലെ, പരീക്ഷയിൽ ഫസ്റ്റ് പ്രൈസ് ലഭിച്ചു, 1ാം സ്ഥാനം ലഭിച്ചതിൽ കൺഗ്രാറ്റുലേഷൻസ്, അല്ലെ, അഭിനന്ദനങ്ങൾ എന്നാണ്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കൂ. ഹസല അഹൂക അല വലീഫത്തിൻ, നിന്റെ ബ്രദറിന് ഒരു ജോലി ലഭിച്ചു, നിന്റെ സഹോദരന് ഒരു ജോലി ലഭിച്ചു എന്ന് വിചാരിക്കുക. അത്തരം സന്ദർഭത്തിൽ നീ എങ്ങനെയായിരിക്കും അവനെ അഭിനന്ദിക്കുന്നത് എന്നാണ്. നോക്കൂ. അതമന്ന ലക നജാഹ വത്തൗഫീഖ ഫി അമലിക്കൽ ജദീദ്, നിന്റെ പുതിയ ഒരു ജോലിയിൽ നിനക്ക് എല്ലാ തൗഫീഖുകളും എല്ലാ വിജയം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കേട്ടോ. അതമന്ന ലക്, ഞാൻ നിനക്ക് ആഗ്രഹിക്കുന്നു. അൻ നജാഹ, വിജയം ലഭിക്കട്ടെ. വത്തൗഫീഖ, എല്ലാ തൗഫീഖും ലഭിക്കട്ടെ എന്ന്. ഫി അമലിക്കൽ ജദീദ്, നിന്റെ ഒരു പുതിയ ജോലിയിൽ എന്നാണ്. ഇനി അടുത്ത അൻഷിത നോക്കൂ. നഖ്റഉ വനഫ്ഹമു, നമുക്ക് വായിക്കാം, മനസ്സിലാക്കാം. നാലത്ത് നബീല മീദാലിയ റഈസുൽ വുസറാഇ ലിശ്ശുജാഅ ഫഅർസലത് ഇലൈഹ സമീലതുഹ റിസാലത്തൻ ഖസീറ തുഹന്നിഉഹ, അതായത് നബീല എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻ്റ്, ഒരു വിദ്യാർത്ഥിക്ക് അവൾക്ക് എന്ത് ലഭിച്ചു? ഒരു മെഡൽ ലഭിച്ചു. മീദാലിയ എന്ന് പറഞ്ഞ മെഡലാണ്. റഈസുൽ വുസറാ ലിശ്ശുജാ, അതായത് പ്രധാനമന്ത്രിയുടെ ധീരതയ്ക്കുള്ള അവാർഡ്, ആ ഒരു മെഡൽ അവൾക്ക് ലഭിച്ചു എന്നാണ്. അങ്ങനെ അർസലത്തി ഇലൈഹ, ഇതറിഞ്ഞ സമയത്ത് അവൾക്ക് അയച്ചു. ജമീല തുഹ, അവളുടെ കൂട്ടുകാരി, അവളുടെ ഒരു ഫ്രണ്ട് എന്ത് ചെയ്തു? റിസാലത്തിൻ ഖസീർ, ഒരു മെസ്സേജ് അയച്ചു എന്നാണ്. തുഹന്നി ഉഹ, അവളെ ആശംസ അറിയിച്ചു കൊണ്ടുള്ള ഒരു മെസ്സേജ് അയച്ചു. എന്താണ് അയച്ച മെസ്സേജ് എന്ന് നോക്കൂ. ഉഖദ്ദിമുലക്കി അസ്ക തഹാനി വ അജ്മല തബ്രീകാത്ത് അഫ്തഖിറു ബി ഇൻജാസിതിക് യാ അസീസതി, എന്താണ് പറയുന്നത്? ഒക്കജിമുലക്കി, ഞാൻ നിനക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നൽകുന്നുണ്ട്. അസ്ക തഹാനി വ അജ്മല തബ്രീകാത്ത്, എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളുമൊക്കെ ഞാൻ നിനക്ക് നൽകുന്നുണ്ട്, അറിയിക്കുന്നുണ്ട് എന്നാണ്. അഫ്തഖിറു, ഞാൻ എന്താണ് അഭിമാനം കൊള്ളുന്നുണ്ട്. ബി ഇൻജാസിക്, നിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ്, നിൻ്റെ ആ നേട്ടത്തിൽ ഞാൻ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നുണ്ട്. യാ അസീസത്തി, അല്ലയോ പ്രിയപ്പെട്ടവളെ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവൾ അയച്ച, ആ ഒരു ഫ്രണ്ട് അയച്ച മെസ്സേജ് എന്ന് പറയുന്നത്.
ഇനി ഹസലത്ത് സീമ അല ദറജത്തിൽ ആലിയ ഫി മുസാബഖത്തിൻ നഷീദ അൽ അറബിയ ഫിൽ മെഹർജാൻ ഫന്നി അല മുസ്തവൽ വിലായ നൊയ്ദ് റിസാല ഖസീറ ലി തഹ്നിയതിഹ. അതായത് സീമ എന്ന് പറയുന്ന കുട്ടിക്ക് ഹസലത്ത് അവൾക്ക് ലഭിച്ചു, അല ദറജത്തിൽ ആലിയ ഒരു നല്ല ഉയർന്ന സ്ഥാനം ലഭിച്ചു, ഫി മുസാബഖത്തിൻ നഷീദ അൽ അറബിയ അറബി ഗാനം ആലപിക്കുന്ന മത്സരത്തിൽ അവൾക്കൊരു നല്ല സ്ഥാനം ലഭിച്ചു എന്നാണ്. ഫിൽ മെഹർജാനിൽ ഫന്നി ഏതിലാണ്? അല മുസ്തവിൽ വിലായ അതായത് കലോത്സവത്തിൻ്റെ ആ ഒരു സ്റ്റേറ്റ് ലെവലിൽ, അതാണ് മുസ്തവൽ വിലായ എന്ന് പറയുന്നത്. സംസ്ഥാന തലത്തിൽ തന്നെ അറബി പദ്യം പാരായണത്തിൽ അല്ലെങ്കിൽ അറബി ഗാനത്തിൽ ഒരു നല്ല പ്രൈസ് ലഭിച്ചു, നല്ല സ്ഥാനം ലഭിച്ചു എന്നാണ്. അങ്ങനെയെങ്കിൽ ആ സമയത്ത് അവളെ ആശംസ അറിയിച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു മെസ്സേജ് തയ്യാറാക്കുവാനാണ് കേട്ടോ. ഇത് നമുക്ക് തയ്യാറാക്കാം. റിസാലത്തിൽ ഖസീറ ചെറിയ മെസ്സേജ് തയ്യാറാക്കുവാനാണ്. ഈ തഹ്നിയതിഹ അവളെ ആശംസ അറിയിച്ചുകൊണ്ടുള്ള മെസ്സേജ് തയ്യാറാക്കുവാനാണ്. അപ്പോൾ അതിൻ്റെ 2 എണ്ണം എഴുതുവാനുള്ളത് നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കൂ. മബ്റൂക്ക് യാ സീമ അലാ നജാഹിക്കിൽ മുമയ്യിസ്. എന്താണ് നിൻ്റെ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള നേട്ടത്തിൽ, വിജയത്തിൽ നിനക്ക് എന്താണ് കൺഗ്രാറ്റുലേഷൻസ്, നിനക്കെല്ലാ ആശംസകളും എന്നാണ്. ഇനി മറ്റൊരു രൂപത്തിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കൂ. അക്സൻതിയ സീമ യഫ്ഖറുബിക്. എന്താണ് അക്സൻതിയ സീമ അല്ല, വെരി ഗുഡ് സീമ, വെരി ഗുഡ് എന്നാണ്. നഫ്ഖറുബിക് ഞങ്ങൾ നിന്നെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഈ രൂപത്തിലൊക്കെ നമുക്ക് മെസ്സേജുകൾ തയ്യാറാക്കാവുന്നതാണ്. ഇനി താഴെ നതഖയ്യലു വനുഇദ്ദു മുദക്കിറത്തൻ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് എന്ന് നോക്കാം. അതായത് 2 ചോദ്യങ്ങളുണ്ട്. എന്താണ്? മാ അഹ്ലാമുക് നിൻ്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ കൈഫ നുഹഖിഖുഹ അത് നിനക്ക് എങ്ങനെ സാക്ഷാത്കരിക്കാം, എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നുള്ള 2 ചോദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ ഭാവനയിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും? നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ ആയിത്തീരുവാനാണ് ആഗ്രഹമുള്ളത്, അത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുക, അതിന് നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾ ആ ഒരു കുറിപ്പിൽ എഴുതാണ് വേണ്ടത്. നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും? ടീച്ചർ ഇവിടെ ഒരു ഡോക്ടർ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, അവൻ എങ്ങനെയായിരിക്കും ഈ ഒരു കുറിപ്പ് എഴുതുന്നത് എന്നുള്ള രൂപത്തിലാണ് ഇവിടെ മോഡൽ കൊടുക്കുന്നത്. നോക്കൂ. അഹ്ലാമി അൻ ഉസ്ബിഹ ത്വബീബത്തൻ ഫിൽ മുസ്തഖ്ബലി ലി ഉസാഇദന്നാസ വൗഖഫിഫ ആലാമഹും. എന്താണ് അഹ്ലാമി? എൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അൻ ഉസ്ബിഹ ഞാൻ ആയിത്തീരുവാനാണ്, ത്വബീബത്തൻ ഒരു ഡോക്ടർ ആയിത്തീരുവാനാണ്. ആൺകുട്ടികളാണെങ്കിൽ ത്വബീബ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഫിൽ മുസ്തഖ്ബലി ഭാവിയിൽ ഒരു ഡോക്ടർ ആകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലി ഉസാഇദന്നാസ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്, ഉഖഫിഫ ആലാമഹും അവരുടെ വേദനകളൊക്കെ കുറച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും. ഒരീതു ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അൻ അക്കൂന ആയിത്തീരുവാൻ, ത്വബീബത്തൻ ജയ്യിദത്തൻ ഒരു നല്ല ഡോക്ടറായി തീരുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മുഖ്ലിസത്തൻ ഫി അമലി എൻ്റെ ജോലിയിൽ നല്ല ആത്മാർത്ഥതയുള്ള ഒരു ഡോക്ടറായി തീരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലി തഹ്ഖീഖി ഹുലുമി എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട്, സ അദുറുസു ഞാൻ പഠിക്കും, ബിജ്തിഹാദിൻ കബീരിൻ നല്ല പരിശ്രമത്തോട് കൂടിയിട്ട്, ഉനവ്വിമു ഞാൻ എന്ത് ചെയ്യും, സിസ്റ്റമാറ്റിക് ആക്കും, ഒരു വ്യവസ്ഥാപിതമാക്കി തീർക്കും, വക്തി എൻ്റെ സമയത്തെ, ജയ്യിദൻ നല്ല രൂപത്തിൽ എന്നാണ് കേട്ടോ. സ അസ്തമിഒ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുന്നതാണ്, ഇലാ നസ്വാഇഹിൽ മുഅല്ലിമി എൻ്റെ അധ്യാപകരുടെ ഉപദേശങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് കേൾക്കും, വ അഹ്ലി എൻ്റെ കുടുംബത്തിൻ്റെയും, ദായിമൻ എപ്പോഴും. ഊമിനു ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അന്നൽ ഇൽമ തീർച്ചയായിട്ടും വിജ്ഞാനം എന്ന് പറയുന്നത്, വൽജിദ്ദ അതുപോലെ തന്നെ പരിശ്രമം എന്ന് പറയുന്നതും, ഹുമാ അത് രണ്ടുമാകുന്നു, ത്വരീഖൻ നജാഹി വിജയത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് വിജ്ഞാനം നേടുകയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും വേണം എന്നുള്ളതാകുന്നു എന്നാണ്. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഭാവിയിൽ എന്തായി തീരുവാനാണ് ആഗ്രഹമുള്ളത് എന്ന് വെച്ചാൽ, അവിടെ നിങ്ങൾ ആ ത്വബീബ് എന്നുള്ള സ്ഥാനത്ത് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് എഴുതിയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ കുറിപ്പ് മാറ്റി എഴുതാവുന്നതാണ് കേട്ടോ. ഇൻഷാ അല്ലാ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറുടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് എങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി.
അതോടൊപ്പം തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുവാനും മറക്കരുത്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.